ചോദ്യത്തിൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താണത് ധ്യാനവുമായി ബന്ധപ്പെട്ടാണോ വരുന്നത് എന്നുള്ളതാണ്. ഈ ആത്മീയത, ധ്യാനം, ഇതെല്ലാം കൂടി ഒരു കോമൺ ആയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നൊരു വാക്കാണല്ലോ നമുക്ക് ഉള്ളത്. എന്നാൽ വിവിധ ആത്മീയ ട്രഡീഷൻ എന്ന് പറയപ്പെടുന്ന ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. ആത്മീയ ഗുരുക്കന്മാർ എന്ന് പറയപ്പെടുന്നവർ ആത്മീയതയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുമ്പോഴാണ് ഒരാൾ പിന്നെ സത്യത്തിലെത്തുക എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാത്തരം ധ്യാനങ്ങളിൽ നിന്നും മുക്തമാകുമ്പോഴാണ് പിന്നെ ഏറ്റവും ശുദ്ധമായ വഴിയിലെത്തുക എന്ന് പറയും. ഇപ്പോൾ വേറെ ട്രഡീഷനിലൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അതിനങ്ങനെ കണ്ട ആവശ്യമില്ല. ഏതായാലും ബോധപ്രകാശം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു പോക്ക് എന്നുള്ളതായിരിക്കും. നിങ്ങൾ പറഞ്ഞ കാബ കൗസേനി എന്ന് പറയുന്ന മിഹ്റാജുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അത് നുബുവത്തിനൊക്കെ ശേഷമുള്ള കാര്യമാണ്. മറ്റേത് ആ ഒരു ആഭിമുഖ്യം കൊണ്ടാണല്ലോ ഇരുട്ടിൽ പോയി ഇരിക്കണതും മേലെ കയറി ചെങ്കുത്തായ മലകളിൽ പോയിട്ട് നമ്മളൊന്നും പോയിരിക്കൂലല്ലോ, നാപ്പീസൊന്നും പോയിരിക്കൂല. ആരെങ്കിലും പോയിരുന്നാൽ തന്നെ പോലെ പുറത്താക്കി തരാം. അപ്പം അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അത് പിന്നെ അതിനെപ്പറ്റി പറയുക, പ്രവാചകൻ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ എപ്പോഴെങ്കിലും പോയി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് മാത്രം കിട്ടിയല്ലോ. അപ്പോൾ അത് ഓരോ മനുഷ്യരും അവരവരുടെ ജീവിത സന്ദർഭങ്ങളിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എല്ലാവരും കടന്നു പോകേണ്ട ഒരു സംഗതിയൊന്നും അല്ല. ഇതൊരു ലോകം നന്നാവാൻ എല്ലാവരും ഇത് സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഓരോ മനുഷ്യന്മാരുടെ ഒരു ഉന്മുഖതയാണ്, ഓരോ ജന്മങ്ങളുടെ പ്രകൃതമാണ് ഓരോ ആൾക്കാരുടെ എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഒരു വേറെ ഭാഷയിലൊന്നും കിട്ടുന്നില്ല. പിന്നെ മലയാളം എന്ന് പറയാം. ഇവിടെ അയാളെ കുറേ ആൾക്കാർ പള്ളിക്ക് വിളിച്ചുകൊണ്ടായപ്പോൾ പാടിയത് കേട്ടോ. അബ്ദുറസാഖ് ഹാജി എന്ന് പറയും, ഇവിടെ കടലുണ്ടി ഭാഗത്തുണ്ട്. ഇവിടന്നല്ലാനെ കാണാൻ റൗഡികളിൽ നീ ചെന്ന് പെടല്ല, ഇവിടന്നല്ലാനെ കാണാൻ റൗഡികളിൽ നീ ചെന്ന് പെടല്ല, ഇബ്ലീസിൻ കപട സന്യാസ സഭകളിൽ ചാടല്ല, എന്നും സ്വർഗസ്ത്രീ ഹൂറിനെ കെട്ടാൻ സ്വന്തം മഹ്റത് സുഹൃത് പിടിച്ചോ, ചുക്കാനില്ലാത്ത നടപടി ഒക്കെ ഉപേക്ഷിച്ചോ, എന്നും സുബ്ഹാനദാസപ്പണി മേൽവിലാസമുറപ്പിച്ചോ. തമാശയായിട്ട് പറയാം, ഞാൻ വായിച്ചിട്ടുള്ളൊരു വരി അതിൻ്റെ കർത്താവ് ആരാണെന്നുള്ളത് മറന്നുപോയി. പിന്നെ അഡീഷണലായിട്ട് ഒരു സൂഫി കവിതയിലുള്ള വരിയാണ്, പടച്ചോനെ ഞാൻ പള്ളിയിൽ പോവാണ്, വന്നിട്ട് കാണാം. എൻ്റെ അർത്ഥം അതാണ്. എന്തിന് അല്ല, ആ പാട്ടല്ല ഞാൻ പറഞ്ഞത്. അനുഷ്ഠാന സ്ഥലങ്ങളിൽ തന്നെ അവിടെ പൈസ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ഇത് നടത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ അത് കാണുന്നില്ല. ബിൻസി പറഞ്ഞ താളം മാത്രമല്ല, ഈ ഭാഷയിലാണെങ്കിലും ഇപ്പോൾ ജോർജ് ഓർവെലിൻ്റെ 1984 അതിലൊരു പുതിയ ന്യൂ സ്പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പരിചയപ്പെടുന്നുണ്ട്. ഒരു പുതിയ ഭാഷ, അധികാരത്തിൻ്റെ ഭാഷയിൽ വാക്കുകൾ കുറവായിരിക്കും. കാരണം വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാവരുത്, പറയുന്നത് മുഴുവൻ ഓർഡറായിരിക്കണം. ആ ഒരു സ്വഭാവത്തിൽ അങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായ സംഗതികൾ. ഇതിലും കൂട്ടത്തിലൊരു തമാശ ചേർത്തോട്ടെ. പിന്നെ ലാ തസ്മൗ ഫിയാ ലാഗിയ, സ്വർഗത്തിൽ സംഗീതം ഉണ്ടാവില്ല. ബാക്കി മനുഷ്യന്മാർ കള്ളുണ്ടാവുന്നവരെ പറഞ്ഞിട്ട് സംഗീതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഞാൻ പറഞ്ഞ അവിടെ ലാ തസ്മൗ ഫിയാ ലാഗിയ എന്നാണല്ലോ, സംഗീതം ഉണ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ വയതുണ്ടാവില്ല എന്നാണ്. എന്താണ് ലാഗിയ എന്ന് പറഞ്ഞാൽ? അതായത് വ്യർത്ഥവർത്തമാനങ്ങൾ. അയ്യല്ല, ഒരാൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഉദ്ധരിച്ചതാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇതുണ്ടാവില്ല എന്നല്ല, ഈ ഭാഷ കൂടി അവസാനിക്കുന്ന സ്ഥലത്താണല്ലോ ഒരു സംഗീതത്തിന്റെ ഒരു ഭാഷാ കേളി തന്നെ ഉണ്ടാവില്ല എന്നുള്ള ലാഹിയ. ഈ ലഘു പറഞ്ഞാലും അതന്നെ, വല്ലാതെ ലോകത്തിൽ കെട്ടിക്കിടക്കണ്ട എന്നുള്ളൊരു സുലൈമാൻ അസരി
വചനത്തിൽ മുസ്ലിം ആവണമെങ്കിൽ സംഗീതം വേണമെന്ന് പറയും. അഥവാ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യതഗന്ന ബിൽ ഖുർആൻ. ഭയങ്കര പ്രയോഗമുള്ളത്. ഇതില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല എന്നാണ്. മസാമീർ ദാവൂദ്. അതേക്കുറിച്ചുള്ള ഒരു 3 ഇതുള്ളൊരു വീഡിയോ 3 ഭാഗങ്ങളായിട്ട് എൻ്റെ ചാനലിലുണ്ട്. സംഗീതം മതത്തിൻ്റെ ഒരു ഫിഖ്ഹിൻ്റെയും ബാഹ്യതലത്തിലൊക്കെ നിന്നുകൊണ്ടുള്ളതാണ്, സൂഫി പെർസ്പെക്റ്റീവിലുള്ളതൊന്നുമല്ല. ഒരു 3 വാല്യങ്ങളായിട്ട് സംഗീതം നിഷിദ്ധമോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അതൊക്കെ കുറേ മുമ്പത്താണ്, ഞാൻ പിന്നെ ഇന്ന് കുറേ മുന്നോട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കവിയല്ല, കവിത അദ്ദേഹത്തിന് ഭൂഷണമല്ല എന്നാണ്. ഒന്ന് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ഉന്നത്തോടു കൂടിയുള്ള തജ്വീദിനെ കുറിച്ച് പറയുന്നത് അത് സംഗീതത്തിൽ ചേർക്കാം. പക്ഷെ ഈ കൊട്ടാരത്തിൽ വളർന്ന് കൊട്ടാരത്തിലെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൂഫിസവും ഒക്കെ ശരിക്കും ഇസ്ലാമിൻ്റെ തനതായ ശൈലിയെയും എല്ലാത്തിനെയും പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് നീക്കുന്നതിന് ഇത് ശരിക്കും എഹ്സാനായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഈ സൂഫിസത്തിലൂടെ ഇസ്ലാമിന് എന്ത് പരിവേഷമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് വേറെ നമ്മുടെ സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അദ്ദേഹം ഉദ്ധരിച്ചത്. എങ്കിലും അദ്ദേഹം പറഞ്ഞ് ഈ കൊട്ടാരത്തിൽ വളർന്നതാണ്. സൂഫിസം കൊട്ടാരത്തിൽ വളർന്നതല്ല. ഞാനീ പറഞ്ഞ സമയത്ത് ഒരാൾ പറഞ്ഞപ്പോൾ ആ സൂഫി അദ്ദേഹം കൊട്ടാരത്തിലാണ് ഉണ്ടായിരുന്നതുള്ളൂ. തസവൂഫ് കൊട്ടാരങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതിന് ചരിത്രപരമായ തെളിവൊന്നുമില്ല. അത് കൊട്ടാരങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയ ആളുകളാണ് സൂഫികൾ. തന്നെ മുഹമ്മദീയ പാരമ്പര്യത്തിൽ ആദ്യത്തെ സൂഫിയായിട്ട് ഇവർ പറയുന്നത് ഉവൈസുൽ ഖർണിയാണ്. ഉവൈസുൽ ഖർണി പുറമ്പോക്കുകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് സലാം ചൊല്ലണം, ഇങ്ങനെ കർണ് ഗോത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. ഞാൻ മനുഷ്യരിൽ പല ആൾക്കാരുണ്ടാവും, എല്ലാവരും ഇതാവണം എന്നില്ല. ഇത് ഈ ജന്മത്തിൽ ഇതുള്ള ആളുകളിൽ മാത്രം വരേണ്ട ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ സലാം അറിയിക്കണം എന്ന് ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു താബികളുടെ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ പ്രവാചകൻ തൻ്റെ സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യമാമ ഗോത്രത്തിലാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണ് ഗോത്രത്തിലാണ്. അപ്പോൾ കർണ് ഗോത്രത്തിൽ നിന്ന് യമനിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നപ്പോൾ ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കർണ് ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഉവൈസ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല, ഉവൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളില്ല. ഉണ്ടല്ലോ, പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, നമ്മൾ അറിവിലില്ല. അപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണവും വസ്ത്രമൊക്കെ കുറവാണ്. അദ്ദേഹം ആളുകളിൽ നിന്ന് വിട്ടിട്ടാണ് താമസിക്കുക. പിരാന്തൻ ഉവൈസ് അതുണ്ട്, അത് ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉവൈസ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചിട്ട് ഈ ഉമറുൽ ഫാറൂഖ് ഹരിമുബിൻ ഹയ്യാൻ എന്ന് പറയുന്നൊരു സഹാബിയോ താബിയോ ആയിട്ടുള്ള ആളെ പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഹരിമുബിൻ ഹയ്യാൻ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് അസ്സലാമു അലൈക യാ ഹരിമുബിൻ ഹയ്യാൻ എന്ന് പറയുകയും ആ സമയത്ത് ഒളു എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒളു എടുക്കുന്ന സമയത്ത് ഉവൈസിനോട് എനിക്ക് പരിശുദ്ധ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു സൂക്തം എനിക്ക് പഠിപ്പിച്ചു തരാവൂ, നിങ്ങളോട് സലാം പറയാൻ എന്നെ ഉമറുൽ ഫാറൂഖ് ഏൽപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ്. വലൈക്കും അസ്സലാം, പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ടല്ലോ, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെയും പോവാണ്. പോകുമ്പോൾ പിന്നെയും പറയുകയാണത്, പിന്നെ ഇന്നാ എനിക്കൊരു പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് പഠിപ്പിച്ചത്. അപ്പോൾ ഇദാ ദുക്കിറ സ്മല്ലാഹി വജിലത്ത്, ആ ആയത്ത് ഓതുകയും അദ്ദേഹം ബോധരഹിതനായി നിലംപതിക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള തരത്തിലുള്ള ഇതൊന്നും മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റിയ ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഇതിലൊരു മുർഷിദ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു അവസ്ഥയും അത് ഉള്ളിലില്ലാതെ ഇത് ആനന്ദാനുഭവത്തിലായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഉത്ബോധനം ചെയ്യാനുള്ള ആൾക്കാർ വേറെ, പോസ്റ്റർ ഒട്ടിക്കാനുള്ള ആൾക്കാർ വേറെ, അങ്ങനെ പലതും. ഹലോ, ഈ പ്രതിരോധത്തിന് വേണ്ടി വരെ സംഗീതം ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാം സത്യമായി ഉത്ബോധനങ്ങളിൽ തന്നെ, അതായത് പ്രവാചകന് മുമ്പുള്ള ഉത്ബോധനങ്ങളിൽ ആ പ്രവാചകന്മാരുടെ ശേഷം കൂട്ടിച്ചേർക്കൽ ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പം നമുക്കറിയാം, പിന്നെ
ബൈബിളിലെ യഥാർത്ഥ ബൈബിളൊന്നും ഇന്നില്ല. അതിനുശേഷം അതിൽ കുറേ കൂട്ടിച്ചേർക്കൽ വന്നു. അതുകൊണ്ടായിരിക്കാം ഇസ്ലാം കുറച്ചുകൂടെ, അതായത് നബിൻ്റെ കാലഘട്ടത്തിൽ അന്ന് പാട്ടൊക്കെ ആൾ പാടിയിരുന്നു അല്ലേ, കല്യാണത്തിനെല്ലാം നമുക്കറിയാം, കല്യാണ സദസ്സിലെല്ലാം കുട്ടികളൊക്കെ പാടിയിരുന്നു. എന്നിരുന്നാലും ഒരു സൂക്ഷ്മത വേണമെന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കലുകളെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാചക വചനങ്ങളിലായാലും ഏതിലും നമ്മൾ ഈ കവികൾക്ക് നമ്മൾ ഭാവനകൾ ചേർക്കും. ഞാനൊരു കവിയാണ്, അതോട്ട് പറയാം. അപ്പം അങ്ങനെ ഒരുപാട് ചേർക്കുന്നതിനെ സൂക്ഷിക്കണോ എന്നാണ് പ്രതിരോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായത്. അത് പറഞ്ഞോട്ടെ, ഈ 23 കൊല്ലത്തിനിടയിൽ ഒരു നമ്മൾ സൂഫി ഇതിലൊരു ബോധപ്രാപ്തിയുടെ കാലഘട്ടം എന്ന് പറയാം. അതിന് ശേഷം അതിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഇനി എവിടുക്ക പാടാനുള്ളത്, എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്, എന്തെല്ലാം സംഗതികൾ വെച്ചിട്ടാണ് പരിശുദ്ധ റസൂൽ ഇവിടുന്ന് പോയത്. അതിനിടയിൽ പാട്ടിനുള്ള സ്ഥാനം എന്താണോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് അത്രയൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അവർ ആ ജീവിതത്തിൻ്റെ ഒരു കളർഫുൾനെസ്സിനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരൊറ്റ കുറഞ്ഞ ഈ ടൈമിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കുറേ ഉണ്ട്. അത് എനിക്കൊണ്ട് ഈ നെഗറ്റീവ് രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന് ഈ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവാം. പണ്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഇതിൽ ഈ ആനന്ദത്തിന് കൂടുതൽ പണ്ട് തൊട്ടേയുള്ള ഞാനൊരു തുടർച്ച എന്നുള്ള നിലക്ക് ആത്മീയ മാർഗങ്ങളെ പരിഗണിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ എന്ന സാമാപ്തിക പ്രവാചകത്വത്തിൻ്റെ ആ ഒരു സംഗതിയോട് കൂടിയിട്ട് ഇതിനൊരു നല്ല രസമുള്ള ഒരു ചിട്ടയും ക്രമവും വരികയാണ്. ഇതിൽ ആനന്ദത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായാൽ ഉത്തരവാദിത്തം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകുന്ന ഒരു സംഗതി. അപ്പം ഈ ആനന്ദം വേണ്ട ആൾക്കാരായിക്ക് പോവുക. ഉത്തരവാദിത്തമുള്ള ആൾക്കാർക്ക് ആനന്ദത്തിൻ്റെ സുഖം അറിയില്ല, അതിൻ്റെ ഒരു അനുഭവിക്കാനുള്ള ഒരു ഗ്രാഹ്യത അവർക്ക് ഉണ്ടാവില്ല, ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്. കാരണം ഇത് ഒരാൾ ഈ സംഗീതത്തെ പറ്റിയൊക്കെയുള്ള ഹദീസുകൾ പലതും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഓരോ മനുഷ്യരോട് പറയുന്നതാണ്. പ്രവാചകരുടെ സംസാരങ്ങൾ ഓരോന്നും തൻ്റെ മുമ്പിലെത്തുന്ന ആളുകളുടെ ആധ്യാത്മികമായ പരിപക്വതയ്ക്കും പാകതയ്ക്കും എത്രമാത്രം വായ്വട്ടമുള്ള പാത്രമാണോ അതിനനുസരിച്ച് കൊടുക്കുകയുള്ളൂ. ചിലത് കൊടുത്തിട്ടേ ഉണ്ടാവില്ല. മൗനാനുവാദങ്ങളാണ് ഹദീസിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമല്ലോ. നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല ചില സാധനം കൊടുത്തത്. ആൾക്കാരോട് എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. എഴുതി വെക്കപ്പെട്ട ചില സംഗതികൾ ശേഖരിക്കപ്പെട്ടതല്ലേ കിട്ടില്ല. എന്തെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഏതെല്ലാം കാര്യത്തിലുള്ള മൗനാനുവാദങ്ങൾ നടന്നിട്ടുണ്ടാവും. അത് മറ്റൊരാളോട് പറഞ്ഞപ്പോഴും ഇതേ രഹസ്യ സ്വഭാവം എത്ര സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം അത് ആനന്ദം വേണ്ടവർക്ക് അതുണ്ട്. ഓരോ ആൾക്കാരെത്തി അതിനനുസരിച്ച് പറഞ്ഞു. ദൈവത്തെ ഇങ്ങനെ ഈ പ്രണയരഹിതമായി കാണുന്ന ഒരു സംഗതി അത് ദാത്തിനും സിഫത്തിനൊക്കെ വിഭിന്നമായ ഒരു കാര്യമല്ലേ എന്ന് തിരിച്ചും ചോദിക്കാമല്ലോ. ഞാൻ അങ്ങനെ ചോദിക്കാം. കുറച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാട്ടും പാടിയിട്ട് അദ്ദേഹം ചോദിച്ച കുറച്ചുകൂടി പറയാണ്ട്. ഏതായാലും ഇത് അത് എന്തുകൊണ്ടാണെന്നല്ലേ, ദൈവത്തിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്തിത്വമാണല്ലോ. സിഫത്താ ഗുണങ്ങളും ആ ഗുണങ്ങളിൽ നിന്നത് വിഭിന്നമായ കാര്യങ്ങളൊന്നുമില്ല. ആ ഗുണങ്ങൾ എനിക്ക് യാതൊരു ഗുണവുമില്ല എന്നതിൽ നിന്നാണ് പ്രണയം ഉണ്ടാവുന്നത്. എനിക്ക് തരുന്നതൊക്കെ നിൻ്റേതല്ലാതെ ഒന്നുമല്ല എന്നതിൽ നിന്നാണ് ആ പ്രണയം ഉണ്ടാവുന്നത്. ഞാനില്ലല്ലോ നീയില്ലാതെ എന്നുള്ള, നീയില്ലാതെ ഞാനോ ഞാനില്ല നമ്മൾ പാടുന്നുണ്ട്. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത്. എനിക്ക് കാഴ്ചയില്ല, നിന്റെ ബസീർ എന്ന് പറയുന്ന ആ കാഴ്ചയാണ് എന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജീവനില്ല, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനാണ് ഹയ്യ്. ഞാനാരാ? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, ഞാൻ വെറും ശവമാണ്. ആ ശവത്തിനിടക്ക് നിന്റെ ആ ജീവനെ നീ എന്നിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ജീവൻ ഉണ്ടായത്. കാരണം പക്ഷേ എനിക്ക് ജീവൻ ഉണ്ട് എന്നുള്ളൊരു വിചാരമാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. ശരിക്കും എനിക്കില്ല. ഇത് വരുമ്പോൾ കൂടുതൽ പ്രണയമാണല്ലോ വരിക. എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കല്ലേ. പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ വർത്താനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈയാണ്, എനിക്ക് വേറെ ഒന്നുമില്ല, ഇയല്ലേ ഉള്ളൂ എന്നുള്ളത്. അതാ
ആ സിഫത്തോടു കൂടിയുള്ള ദാത്തിനെ നന്നായി അറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഭാവമാണ് ഈ മഹബത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ ഹബീബായത്, അള്ളാഹു അവിടുത്തെ മഹബൂബുമായത്. അതുകൊണ്ട് പിന്നെ വേറൊരു സാധ്യത കൂടിയുള്ളത് ഈ പ്രണയം എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കൺസെപ്റ്റിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നൊന്നും വരാമല്ലോ. നിങ്ങൾ പറയുന്നതല്ല പ്രണയം എന്നൊരു കാഴ്ചപ്പാട് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ലേ? അതോടെ ആ പ്രശ്നം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കേൾക്കണ്ടേ? അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, അത്തരം തരീക്കത്തുകൾ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ പോലെ, യുദ്ധ പ്രസ്ഥാനങ്ങളെ പോലെ പ്രതിരോധിച്ചിട്ടുള്ള തരീക്കത്തുകളിൽ ഇതുപോലുള്ള സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പഠനം അങ്ങനെ ഉണ്ടോ? ഇതുപോലെ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോലെ സംഗീതാത്മകമായിട്ടോ ഈ പറഞ്ഞുള്ള സംഗതികൾ, അങ്ങനെ എല്ലാ തരീക്കത്തുകളും അല്ലെങ്കിൽ എല്ലാ സൂഫി പ്രസ്ഥാനങ്ങളും ഇത്തരം സംഗീതാത്മകതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല എന്നുള്ളതാണ്. ചിലതിനാണ് എങ്ങനെ ഉണ്ടാവുക, പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയ സൂഫി വഴികളുണ്ട്. സംഗീതം പ്രതിരോധത്തിൻ്റെ ഒരു സ്ഥലം, സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ, ആശയപ്രചാരണത്തിനും പ്രതിരോധത്തിനും സംഗീതം ഒരു സൂഫികൾ അങ്ങനെ, സൂഫി ട്രഡീഷൻസ്, സൂഫി പ്രസ്ഥാനങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ത്വരീഖാർണ സൂഫി വഴിയിലുള്ള ഒരു ചെറിയൊരു സ്ഥലം മാത്രമാണ്. പിന്നെ സൂഫിസത്തെ നമ്മൾ ത്വരീക്കയായിട്ട് മനസ്സിലാക്കേണ്ടതില്ല. ബിയോണ്ട് ത്വരീക്കയായിട്ട് പോകുമ്പോഴാണ് ഒരു സൂഫിസത്തിൻ്റെ ഒരു ഇത് കിട്ടാന്നുള്ളതിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ആണ് സൂഫീസ്, അതെ അതെ. മലയാളത്തിന്റെ കവിതയുടെ ഒരു ട്രഡീഷനിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊരു അർത്ഥകൽപ്പനയുടെ ഒരു സാധ്യത വരുന്നുണ്ട്. അഥവാ വൈലോപ്പിള്ളിയുടെ കവിതയോ വ്യത്യസ്തന്റെ കവിതയൊക്കെ നമ്മൾ കൽപ്പിക്കുന്ന ഒരു അർത്ഥകൽപ്പനയുടെ, കവിത എന്ന് പറഞ്ഞാൽ തന്നെ മെറ്റഫറാണ്, സാധാരണ ഭാഷയിൽ നിന്നും ഒരു മെറ്റാ ലാംഗ്വേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നുമുള്ള ഒരു മെറ്റാ ലാംഗ്വേജിലേക്കാണ് സൂഫി വരികൾ പോവാറ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ കവിത ആസ്വദിക്കുന്ന, സാധാരണ ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ആസ്വാദക സമൂഹത്തിന്റെ മേലെയുള്ള ഒരു ആസ്വാദക പരിശീലനം ഈ സൂഫി കവിതകൾ ആസ്വദിക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ കവിത എഴുതുന്ന ആളുകളുണ്ട്, സംഗീതം ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അതിന്റെ ചില മെറ്റഫറുകൾ, സവിശേഷമായ ചില അർത്ഥകൽപ്പനകളെ കുറിച്ച് പറഞ്ഞാൽ ഭാവിയിൽ അത്തരം ഗാനങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയും, നമ്മുടെ ഇവിടെ അത് കുറയാനുള്ള കാരണം അതിൻ്റെ വ്യവഹാരങ്ങൾ കുറവായതുകൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലും മറ്റും അത് ഇഷ്ടം, അവർക്ക് വേഗം പെട്ടെന്ന് മനസ്സിലാകും. അപ്പം അത് വാമൊഴിയായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് വന്ന് ഇങ്ങനെ എത്തിയത് പിന്നെ ഇവിടെയുള്ള മലയാള സൂഫി കവികൾ പാട്ടാക്കിയത് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്കത് ചിലപ്പോൾ വേഗം മനസ്സിലാവുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഏത് പാട്ടാണ് പല ഇച്ഛൻ്റെ പറയാം. ഈ ഇതാണ് ഈ അക്ഷരങ്ങളുടെ രൂപപരമായ എന്നാളോ കഴിഞ്ഞ ഉയരത്തിനോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ അക്ഷരങ്ങളുടെ രൂപങ്ങളിൽ ചേരുന്ന അർത്ഥങ്ങളെക്കുറിച്ച്, അത് പ്രധാനപ്പെട്ട അക്ഷരങ്ങൾക്ക് സ്വയം തന്നെ അർത്ഥങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഈ അബ്ജദ് ഹുറൂഫുകളുടെ കണക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബ്ജദ്, ഹവ്വസ്, ഹത്തി, കലമി, അങ്ങനെയാണ് പഴയ കാലത്ത് അറബ് ഭാഷ പഠിച്ചിരുന്നത്. അത് രൂപം അനുസരിച്ചല്ല വരിക. അബ് എന്നുള്ളതിന് തന്നെ ഒരു അർത്ഥമുണ്ട്, ജദ് എന്നതിന് അർത്ഥമുണ്ട്. ഇങ്ങനെ അബ്, ജദ്, ഹിക്ബ ഒന്ന് ഫുള്ള് പറഞ്ഞ അതെ അത് ചൊല്ലിയാൽ മതി. അബ്ജദ്, ഹവ്വസ് എങ്ങനെ
അക്ഷരങ്ങളും അതോടുകൂടിയായി. അപ്പോൾ അത് പക്ഷേ ഇത് നമ്മൾ ഈ ഓർഡർ ഇത് ഇപ്പോൾ ഉള്ളത് നമ്മൾ പഠിച്ചത് കുറേ കാലങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട അക്ഷരത്തിൻ്റെ രൂപത്തിനനുസരിച്ച് ക്രമപ്പെടുത്തിയ ആ, പിന്നെ അത് വളഞ്ഞത് ബ, അതിന് തന്നെ ആ തോണികള, പിന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ജീമ്, പിന്നെ ഇത് മറ്റത് അങ്ങനെയല്ല. അത് സ്വയം അർത്ഥമുണ്ട്. അബ് അർത്ഥമുണ്ട്, ജദ് അർത്ഥമുണ്ട്, ഹത്തി അർത്ഥമുണ്ട്, കലമൻ അർത്ഥമുണ്ട്. ഇങ്ങനെയാണ് ഇത് വരിക. ഇത് ഓരോ അക്ഷരങ്ങൾക്കും മൂല്യമുണ്ട്. അലിഫിനൊരു മൂല്യം, ബാൻ്റെ മൂല്യം 2, പിന്നെ ജീമ് അത് അൽഫ ബീറ്റ ഗാമ അങ്ങനെ അത് വരെയുണ്ട്, അത് വേറെ കാര്യം. ആദ്യത്തെ 10 എണ്ണത്തിന് 10 വരെ മൂല്യം, 11 മുതൽ 20, 30, 40 അങ്ങനെ മൂല്യം. ഇതെല്ലാം കൂടി ആകുമ്പോൾ ബിസ്മിയുടെ മൂല്യമാണ് 786 എന്ന് പറയും. അപ്പോൾ ഈ സൂഫി പാട്ടുകളിൽ ഇത്തരം 4ഉം 6ഉം ചേർന്നാൽ എന്നൊക്കെ പറഞ്ഞുണ്ടോ, അത് അറിയുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം. അതുപോലെ തന്നെ 24-ൽ ഇരുത്തി ഹൃദയം ചൂടാക്കണം എന്നുള്ള വരിയുണ്ട്. അത് 24 പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി 24 അക്ഷരങ്ങളാണ്. അതിൽ ഓരോ ഹർഫിനും ഓരോ മണിക്കൂറിൽ ആലോചിക്കാൻ മാത്രമുണ്ട്. അപ്പം 24 മണിക്കൂറാണ്. ഇനി അതിൽ തന്നെ ഇദ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ലായെക്കുറിച്ച്, ലാ എന്ന് പറയുന്ന ആ സംഗതി എന്താണ്, പിന്നെ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പം ലാ ഇലാഹ ഇല്ല അല്ലാ മുഹമ്മദുൻ റസൂൽ അല്ലാ 7 ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ അത് ആലോചിക്കാൻ മാത്രമുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സംഗതികളുണ്ട് ഇവർക്ക്. അപ്പം അതൊക്കെ ഈ പാട്ടിൽ വരും. അതാണ് ഒന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഷറാബ്, അത് ഈ ബുദ്ധൂലിയത്തിന് യാ അയ്യുഹല്ലദീന ആമനു ഫതബത്തൽ ഇലൈഹി തബ്തീല എന്ന് പറയുന്നതിന് ഏറ്റവും ആ ഉന്നതമായ ആ ആനന്ദാവസ്ഥയിൽ എത്തുക എന്നുള്ള നിലക്കാണ്. അതിനെക്കുറിച്ചാണ് ഷറാബ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾ എന്തിനാണ് അതും അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഹംഗാമയിലെ അതിൻ്റെ ലാസ്റ്റ് ഹർ സറ ചമക്താഹെ എന്ന് പറയുന്ന ഓരോന്നിലും അത് തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. ഈ പറഞ്ഞ അഭിജത് ഗ്രീക്ക് ആൽഫബറ്റിന്റെ ഓർഡറിൽ എങ്ങനെ വന്നു? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ തുടർന്നും എങ്ങനെയാന്ന് തോന്നുന്നല്ലേ? പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട് ചെറിയ. അല്ല, അതിനെക്കുറിച്ച് വീഡിയോ ഒന്നുമില്ല. പക്ഷെ അത് പിന്നെ അതനുസരിച്ചാണ് ഇവർ ഈ പരിശുദ്ധ ഖുർആനെയൊക്കെ ആ അർത്ഥത്തിൽ സമീപിക്കുമ്പോൾ ഓരോ സാധാരണ നമ്മൾ പറയുന്ന ഇതിൽ പിന്നെ 3 അക്ഷരങ്ങളാണ് ഒരു വാക്കിൻ്റെ അടിസ്ഥാനം അറബിൽ. ഈ അബജദ് അനുസരിച്ച് 2 അക്ഷരങ്ങളാണ് അടിസ്ഥാനം. ഇപ്പം നിസാ എന്ന് പറയുന്നത് നെസ് എന്ന വളർച്ചയിലേക്ക് ഹംസും ഇതും കൂട്ടിയതാണ്. അപ്പോൾ അത് അക്ബറിയൻ ഈ ഇബ്നു അറബി എന്ന് പറയുന്ന സൂഫി അദ്ദേഹം പറയുന്നത് നിസാവും റിജാലും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള 2 അവസ്ഥകളെയാണ്. അപ്പോൾ ആത്മീയമായ വളർച്ചയുടെ അവസ്ഥയാണ് നിസാ എന്ന് പറയുന്നത്. അത് നെസ്സിലേക്ക് ഹംസയും ഈ നൂനും സീനും ചേർന്ന എല്ലാ അക്ഷരവും വളർച്ചയുമായി ബന്ധപ്പെട്ട നെസ്സില് നെസബ് ഒക്കെ കേട്ടാൽ അറിയാം. ഈ ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഈ സൂഫി ഗാനങ്ങളിൽ അധികവും പിന്നെ പെണ്ണായിട്ട് എടി എടി എന്നുള്ള നമ്മൾ പാടുമ്പോൾ പല പാട്ടുകളിലും കണ്ടിട്ടുണ്ടാവും. അത് അവനോട് തന്നെ പറയുന്ന, തൻ്റെ നെഫ്സിനോട് പറയുന്ന കാര്യമായതുകൊണ്ടാണ് എടി എന്ന് പറയുന്നത്. മീമ് മീമായ മീമിൽ മിഹ്റാജടി മീമലാമലിഫിൽ മിഫ്താഹ് നൂനാനടി മീമലാമലിഫിൽ മിഫ്താഹ് നൂനാനടി ജീമസാദോടുതാലും ഹയാത്താനടി. അത് മീമായി മീമിൽ മിറാജ്, മീമും പിന്നെ മീമും അതിൽ മീമും ആകുമ്പോഴാണ് മിറാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാതൃകയെ കിട്ടുക. അത് മുഹമ്മദ് എന്നാകുന്നു. 3 മീമ്. ആ 3 മീമ് അത് മിറാജിൻ്റെ ആദ്യത്തെ മീമിനെ സാർത്ഥകമാക്കിയ ഇവിടുത്തെ മാതൃകയുടെ പേരാകുന്നു മുഹമ്മദ് എന്ന് പറയുന്നത്. മീമായ മീമിൽ. അപ്പോൾ നമ്മളും അതിൽ പോയാൽ എന്താകും? നമുക്കും കിട്ടുന്നത് മിറാജ് ആയിരിക്കും. ആ മാതൃകയിൽ പോകണം. അപ്പം നമുക്കും മിറാജ് അനുഭവിക്കാം. മീമ് ലാം അലിഫിൽ മിഫ്താഹ് നൂനാനടി. ഏതാണ് ഈ മീമ് എന്ന് പറഞ്ഞാൽ? മീമ് എന്ന് പറഞ്ഞാൽ ലാം അലിഫിനെ തുറക്കേണ്ട മിഫ്താഹാണ്. മീമ് എന്നുള്ളത് ഒരു താക്കോലിൻ്റെ മാതിരി, അതിൻ്റെ കോലം ഇങ്ങനെ മീം എന്നിട്ട് ഒരു ചാവി പോലെയാണല്ലോ. അതുകൊണ്ട് ലാം അലിഫ് അതല്ല, ഈ നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ എന്നുള്ള ആ ലാം അലിഫിനെ തുറക്കണം. അപ്പോൾ തുറക്കുമ്പോൾ ലാം അലിഫ് കെട്ടഴിഞ്ഞാൽ എല്ലാ അക്ഷരത്തിൻ്റെയും അടിസ്ഥാന ആധാരമായ അലിഫായിട്ട് നിൽക്കും. ഈ അലിഫിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതാണ് അറബ് ഭാഷയിലുള്ള എല്ലാ അക്ഷരങ്ങളും. അതുകൂടാതെ അലിഫ് എല്ലാ അക്ഷരങ്ങളിലും ഉണ്ട്. എല്ലാ വാക്കിലും ഒരു അലിഫ് ഉണ്ടാവും. എങ്ങനെ വരിക? ഇപ്പോൾ ബാ എന്ന് പറയുമ്പോഴും ബാ അല്ല ബാ ഉൻ എന്ന് എഴുതുമ്പോൾ ആ ബാ കഴിഞ്ഞിട്ടൊരു അലിഫ് ഉണ്ട്, പിന്നെയാണ് ഹംസ. ലോകത്ത് ഏത് അക്ഷരങ്ങളിലുണ്ട്. ഇനി ആ ബാഇനെ പിന്നെയും നമ്മൾ എന്താക്കി? ഇപ്പം മീമുൻ എഴുതുമ്പോൾ അതിൽ അലിഫില്ല.
മീമുൻ. പക്ഷെ അതിനെ പിന്നെയും പിരിക്കുമ്പോൾ മീമുൻ എഴുതുമ്പോൾ മീം കഴിഞ്ഞിട്ടൊരു യാ ആണല്ലോ. അപ്പം യാ ഉൻ എഴുതുമ്പോൾ രണ്ടാമത്തെ മാത്രയിൽ അവിടെ അലിഫ് കിട്ടി. അപ്പം ഏതിനെയും ചുഴിഞ്ഞ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ ഒന്നിനെയാണ് കിട്ടുക, അഹദ് എന്നുള്ള. പക്ഷേ ആ അഹദിൽ നിൽക്കാൻ പറ്റില്ല. ആ അഹദിനെ ഇവിടേക്ക് നമുക്ക് അനുഭവിപ്പിച്ച് തരണമെങ്കിൽ അത് മനുഷ്യരിൽ നിന്ന് ഇത്തരത്തിലുള്ള ബോധപ്രാപ്തരായ ആളുകൾ വേണം. അതിൻ്റെ ഏറ്റവും മാതൃകയാകുന്നു മുഹമ്മദ്. അപ്പോൾ അഹദിൻ്റെ ഇടയിലൊരു മീം വന്നപ്പോൾ അഹ്മദ് ആയി. ആ മീം ആരാണ്? മുഹമ്മദ് ആകുന്നത്. ഇങ്ങനെയുള്ള രീതികൾ. ഇതുപോലെ കൂടെ ആവർത്തിക്കുന്ന പറ്റുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഷറാബ് മാത്രമല്ല പറ്റുമ്പോൾ വന്നത് അത് പകർന്നു കൊടുക്കുന്ന പരിചാരകൻ, അത് വിൽക്കുന്ന പാത്രം, അത് കുടിക്കുന്ന ഗ്ലാസ്, അതെ, അത് പകരുന്ന സ്ഥലം, സ്ഥലം അങ്ങോട്ട് പോകുന്ന വഴി ഒക്കെ വരും. ഒക്കെ മെച്ചപ്പെടായി. ഇപ്പം അത് സ്വല്ലലില്ലാഹ് ബൈത്ത് ഉണ്ടല്ലോ, ഉമർ ഖാദിയുടെ ഉമർ അല്ലേ, അതിലുണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്കുള്ള വഴി ഒഴികെ ബാക്കി എല്ലാ വഴികളും മറന്നുപോയി. ചന്ദൻദാസിന്റെ പാട്ട്. രാസ്തേ യാദ് നഹി रहनुमा याद नहीं अब मुझे कुछ गलियों के सिवा याद नहीं. ഈ പാട്ടുകളൊക്കെ ആ രീതിയിൽ അങ്ങനെയുണ്ട്. വേറെ ആളുകൾ ഇനിയിപ്പോൾ എൻ്റെ പാട്ട് ഞാൻ പാടാം, ഷറാബുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു 4 വരി പാടാം. ആ കണ്ണിൽ നിന്നും കോരി കുടിച്ചു നോക്ക്, പ്രേമത്താൽ ഒരു കടി കടിച്ചു നോക്ക്, ആനന്ദക്കള്ളിൻ കുടം നിറച്ചു നോക്ക്, അലിഫിലാകാശം കണ്ട് ചിരിച്ചു നോക്ക്, ആ കണ്ണിൽ നിന്നും കോരി കുടിച്ചു നോക്ക്. ഈ കണ്ണെന്ന് കുടിക്കുന്ന കാര്യം നേരത്തെ ആരോ പറഞ്ഞത്. ഉള്ളിലേക്കറിഞ്ഞ് ചെന്നാലുണ്ട് മേഹാന. മേഹാന പറഞ്ഞ കള്ള് ശബ്ദം. ഉള്ളിലേക്കറിഞ്ഞ് ചെന്നാൽ ഉണ്ട് മേഹാന, തുള്ളി നാവിലൊഴിച്ചുവെന്നാൽ കണ്ടു മസ്താന, കള്ളമില്ലാ സുജൂദിടം വിരിച്ചു നോക്ക്, ഹൂറിയാരെന്നറിഞ്ഞതിനെ വരിച്ചു നോക്ക്, ആ കണ്ണിൽ നിന്നും കോരി കുടിച്ചു നോക്ക്. അവര് കുറേ ഉണ്ടത്, ഇനി വരാൻ പോകും. അത് ഷറാബ് മാത്രമല്ലല്ലോ. പിന്നെ സംബന്ധിച്ചിടത്തോളം ഏത് പാട്ട് കേട്ടാലും ഇങ്ങനെ കുറേ കാലമായിട്ട് ഏത് പ്രണയഗാനവും ഞാൻ അങ്ങനെ തന്നെയാണ് റിലേറ്റ് ചെയ്യുക. ലോകത്തെ ഏതൊരു മനുഷ്യനും പ്രണയഗാനം കേൾക്കാൻ കാരണം ഏതോ അർത്ഥത്തിൽ അയാളുടെ ഒരു പ്രണയവുമായിട്ട് അത് റിലേറ്റ് ചെയ്യണോണ്ടാണ്. അപ്പം അത് ഷറാബും അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ. അതായത് അത്തരം പോക്കുകളൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇതൊരു ആത്യന്തികമായിട്ട് ഇനിയിപ്പോൾ എന്താ കാണിക്കുക എന്നുള്ള ആൾക്കാരാണ് നമ്മളുടെ അടുത്തൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ഒരു ഞങ്ങൾക്ക് നമ്മൾ ശരിക്കുള്ള കള്ള അങ്ങോട്ട് കൊടുക്കും. അത് എന്താ വെച്ചാൽ ഏതും അങ്ങനെ പറയുന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. സൂഫിസത്തെ പറ്റിയും അങ്ങനെ പറയും. പണ്ട് ഇതെല്ലാവർക്കും ഈ സുന്നി ഇതൊക്കെ പറയുമല്ലോ, ഇതൊന്നും ആരോടും പറയാൻ പാടില്ല, അവർക്ക് ഇതിനുള്ള ഉത്തരമില്ല. അപ്പോൾ അവരിങ്ങനെ പറയുന്നതാണ് ഇതൊക്കെ അന്ന് തന്നെ ഇതൊന്നും വായിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം അത് എല്ലാവരും ഇതൊക്കെ പബ്ലിഷിങ് വന്ന് ലോകത്ത് പല പരിഭാഷകളിലൂടെ ഇത് എല്ലായിടത്തും അറിഞ്ഞില്ലേ. അറിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നാലെ നടന്ന് ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ റൂമി ആയാലും ഉമർ ഖയ്യാം ആയാലും പണ്ടൊക്കെ അറിയാത്ത ഇതുപോലെയല്ല. ഇനി പോരെ പാട്ട് സമയം. നമ്മൾ പാടിയല്ലോ, അതിന് മ്യൂസിക് ഒന്നുമില്ല. ഞാൻ എൻ്റെ പാട്ട് തന്നെ പാടാം.
എന്നെ കൊണ്ടാവില്ലല്ലോ, എല്ലാം നിന്നെ കൊള്ളയാണല്ലോ. എന്നെ കൊണ്ടാവില്ലല്ലോ, എല്ലാം നിന്നെ കൊള്ളയാണല്ലോ. നിന്റെ അഡ്രസ്സാണല്ലോ എല്ലാം, നീ എന്ന കിസയാണല്ലോ. ഇത് വല്ലാത്ത നുസ്സാണല്ലോ, ഇത് വല്ലാത്ത നുസ്സാണല്ലോ. ഒരു വരി കുറച്ച് മതി. ഇനി ഒരു വരി കൂടി പാടാൻ, ഞാൻ കുറച്ചേ പാടുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇനി കേൾക്കാനിരിക്കുന്നതാണ്. ലിമിറ്റഡ് ആണ് ലോജിക്ക്, അതറിയലാണ് മാജിക്ക്. ലിമിറ്റഡ് ആണ് ലോജിക്ക്, അതറിയലാണ് മാജിക്ക്. അകമറിയാത്തി പുറം നോട്ടത്തിനിടടി സഡൻലി ബ്രേക്ക്, അത് കിട്ടലാണ് ഹൈട്രിക്ക്. ഉറുദു. ഹങ്കാമാണ് പാടല്ലേ, ചാപ്പത്തിലൊക്കെ ശ്വാസമൊക്കെയുണ്ട്. प्रेम की माला जबते जबते आप बनी है श्याम, सांसों की माला पे सिमरू में भीखा नाम, सांसों की माला पे सिमरू में भीखा नाम. अपने मन की मैं जानूं और पी के मन की राम, सांसों की माला पे सिमरू में भीखा नाम. प्रेम की रंग में ऐसी डूबी, बन गया एक ही रूप. प्रेम की माला जबते जबते आप बनी है श्याम, सांसों की माला पे सिमरू में भीखा नाम, सांसों की माला पे सिमरू में भीखा नाम. ഇതൊരു പ്യൂർ സൂഫി ഇതല്ല, ഇതും നേരത്തെ പറഞ്ഞൊരു അക്കൾട്രേഷണൽ കബീറിൻ്റെയൊക്കെ പാട്ട് പോലെയുള്ള ചരിത്രത്തിൽ തന്നെ രണ്ട് ആളുകളിലൂടെയൊക്കെ വന്ന ഒരു പാട്ടാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക്